പൂച്ച കൈ നീക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പൂച്ച വന്നത്. അതായത് ഈ പൂച്ച കൈ നീക്കൊണ്ടിരിക്കുമ്പോഴാണ് കുര്യച്ചനെ കണ്ടിട്ട് ആനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട എൻ്റെ ആനി. അല്ല ഡോക്ടറെ, ഞാൻ കയറി വരുമ്പോൾ അപ്പച്ചൻ്റെ കൈ അനങ്ങുന്നുണ്ടായിരുന്നു. പൂച്ചയാണെങ്കിൽ അപ്പച്ചൻ്റെ അടുത്തുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് പൂച്ച അപ്പച്ചനെ ഇങ്ങനെ അടുത്തോട്ട് വിളിക്കുമായിരുന്നു കൈ കൊണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പൂച്ചയെ വെച്ച് ട്രൈ ചെയ്തപ്പോഴല്ലേ അപ്പച്ചനൊന്നുകൂടെ റെസ്പോണ്ട് ചെയ്തത്. അപ്പം പിന്നെ കൺഫേം റെജി, സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് പറയുന്നത് കുറച്ച് ക്ലീശയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇവിടെ എനിക്ക് മറ്റൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഈ പെറ്റ്സ് ഉള്ള വീട്ടിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നമ്മുടെ കുര്യച്ചൻ്റെ കേസിൽ അദ്ദേഹത്തിന് മെഡിക്കേഷന് പുറമേ ആയിട്ട് മെൻ്റലി ഒരു പോസിറ്റീവ് പുഷ് വേണമായിരുന്നു. ആ പുഷാണ് നമ്മുടെ ഈ പൂച്ച കാരണം ഉണ്ടായിട്ടുള്ളത്. പേരെന്താ? ചന്തു. ചന്തു പൂച്ചയാണ് ഇതിനൊക്കെ കാരണം. അയ്യോ, ചന്തു എന്നുള്ള ആളുടെ പേരാണ്, പൂച്ചയുടെ പേര് സിംബ. അത് ശരി. അപ്പോൾ ഈ സിംബ പൂച്ചയുടെ പ്രസൻസ്